ഈ ചില വെളിയിലേക്ക് കൊടുത്തുവിടാൻ, അതായത് വിദേശത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടി അവർ ഈ വേസ്റ്റ് കളഞ്ഞ മീൻ വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തലയും എല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഉള്ളത് മാംസം മാത്രമാക്കി വെച്ചിരിക്കുന്ന മീനാണ്. ഇവിടെ സ്രാവില്ലെങ്കിൽ തെല്ലൂർക്കാവില്ല. അതേ രീതിയിലാണ് ഇവിടെ പോകുന്നത്. ഇവിടെ വരുന്ന ജനങ്ങളെല്ലാം ഒരാൾ പോലും കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഇവിടെ ജനിച്ച കുട്ടികളെയെല്ലാം ഈ സ്രാവ് കാണിക്കാൻ വേണ്ടി തെല്ലൂർക്കാവിൽ കൊണ്ടുവരാറുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് പാൽസ്രാവാണ്. പാൽസ്രാവ് ആചാരത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു ക്ഷേത്രം. അതായത് കേരളത്തിൽ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. ആ ക്ഷേത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ചിറ്റാറിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ പാൽസ്രാവ് മേടിക്കാനായിട്ട് ഇവിടെ വന്ന് കണ്ടു. വളരെ മനോഹരമായിരുന്നു. വിലയിലും വലിയ കുഴപ്പമില്ല. നിങ്ങളൊക്കെ സഹകരിക്കുക. ഇഷ്ടംപോലെ പാൽസ്രാവ്, മറ്റേ കാർഷിക വിളയുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതെങ്ങനെ അറിഞ്ഞ ഇവിടെ ഇങ്ങനെ? നിങ്ങളുടെ വീഡിയോ തന്നെ കണ്ടിട്ട് വരുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലെ തൊള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ്. ഇവിടെ തൊള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭമാണ് ഇവിടെ നടക്കുന്നത്. സ്രാവ് മേള. ഇവിടെ കണ്ടോ, നിർത്തിയിട്ടിരിക്കുന്ന സ്രാവുകളാണ്, പലതരത്തിലുള്ള സ്രാവുകളാണ്. അപ്പൊ അതിന്റെ ഈ ഐതിഹ്യം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വയൽവാണിഭത്തിന് ഇങ്ങനെ സ്രാവുകൾ, ഇത്ര തോന്നെ സ്രാവുകളുടെ ഈ ഒരു കച്ചവടം നടക്കുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ ഇപ്പോൾ ചേട്ടാ നമസ്കാരം, എന്താ പേരെന്ത്? നമസ്കാരം, എൻ്റെ പേര് ഷാനവാസ് എന്നാണ്. ഞാൻ ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദിക്കാട്ടുകുളങ്ങരയിലെ നിവാസികളാണ് ഇത് മുഴുവനും. ഞങ്ങൾ 8 കടയുണ്ട്. ഈ 8 കടയും ആദിക്കാട്ടുകുളങ്ങരയാണ്. ആദിക്കാട്ടുകുളങ്ങരയിൽ നമുക്കൊരു മക്ബറയുണ്ട്. അത് മക്ബറയിൽ കയറി നമ്മൾ സിയാർത്ത് ചെയ്തതിന് ശേഷം നമ്മൾ വൃശ്ചിക 1-ാം തീയതി നേരെ തെല്ലൂർക്കാവിൽ അമ്പലത്തിലാണ് വരുന്നത്. അമ്പലത്തിൽ വന്ന് കാണിക്ക ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ സ്രാവിൻ്റെ ബിസിനസ് ഇവിടെ ആരംഭിക്കുന്നത്. ഇത് ഞാനിവിടെ വരുന്നത് 4-ാം തലമുറക്കാരനാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ തൊട്ട് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്രാവ് കച്ചവടം 10-60 വർഷക്കാലം കൊണ്ട് ഇവിടെ കച്ചവടമുണ്ട്. തെല്ലൂർക്കാവിലെ സ്രാവാണ് ഇവിടുത്തെ ഒരു ആചാരം. ഇവിടുത്തെ അമ്പല നിവാസികൾ, തെല്ലൂർക്കാവിലെ നിവാസികളെല്ലാം ഈ സ്രാവ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ തെല്ലൂർക്കാവിൽ എത്തിച്ചേരുന്നത്. ഇവിടുന്ന് ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നമ്മൾ ഈ 10 ദിവസത്തിന് മുമ്പ് ഇതിലേ പോവാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യർ പോലും ഇവിടെ കാണത്തില്ല. പക്ഷേ എങ്കിൽ തെല്ലൂർക്കാവിൽ ഈ 15 ദിവസം ഇവിടുത്തെ ജനങ്ങൾ, എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ പലരും, അതായത് 10, 40, 45 വർഷത്തിന് ശേഷം പലരും ഇവിടെ ഒത്തുചേരുന്ന ഒരു കാഴ്ചയുണ്ടായി. അതായത് ഒരു ഉത്സവം നടക്കുമ്പോൾ സാധാരണ അങ്ങനെ ഒത്തുചേരൽ ഉണ്ടാകത്തില്ല. ഇവിടെ കൂട്ടുകാർ, അതായത് പണ്ട് പഠിച്ച 1-ാം ക്ലാസ് തൊട്ട് പഠിച്ച ആൾക്കാർ മൊത്തവും തെല്ലൂർക്കാവിൽ ഒത്തുചേരുമ്പോൾ അവർക്കൊരു വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇവിടുത്തെ സ്രാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തെല്ലൂർക്കാവിൽ വരുന്നവർ, ഈ അമ്പലത്തിൽ വരുന്നവർ 1 കിലോ സ്രാവ് അവരുടെ ഭവനത്തിൽ കൊണ്ടുപോയി വെക്കും. അതൊരു ആചാരമാണ്. ഒരു 10-60 വർഷക്കാലം കൊണ്ട് ഉള്ളൊരു ആചാരമാണ്. ഇവിടെ ആര് വന്നാലും, ഇവിടുത്തെ വരുന്ന എല്ലാ ജനങ്ങളും സ്രാവിൻ്റെ അടുത്ത് വന്ന് സ്രാവ് വാങ്ങിക്കാതെ വീട്ടുകളിൽ പോകാറില്ല. സ്രാവാണ്. സ്രാവില്ലെങ്കിൽ തെല്ലൂർക്കാവില്ല. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഈ സ്രാവൊക്കെ? നമ്മൾ ഈ സ്രാവ് കൊണ്ടുവരുന്നത് ഇത് കന്യാകുമാരി നിന്നാണ് കൊണ്ടുവരുന്നത്. കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നതാണ്. കേരള ടേസ്റ്റ് സാധനമാണ്. സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് സ്രാവ് എന്ന് പറഞ്ഞാൽ പാൽസ്രാവാണ് ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത്. പാൽസ്രാവ് മാത്രമേ ഇവിടെ വിൽക്കത്തുള്ളൂ. 1 കിലോ സ്രാവിന് 500 രൂപ, 550 രൂപയാണ് സ്രാവിൻ്റെ വില. എത്ര തരം സ്രാവുകളുണ്ട്? അതിപ്പോൾ 3 തരം സ്രാവുണ്ട്. സാധാ സ്രാവുണ്ട്, പാൽസ്രാവുണ്ട്, കുട്ടിസ്രാവുണ്ട്. അങ്ങനെ 3 തരം സ്രാവുകളാണ് ഇവിടെ ഉള്ളത്. ഇതേത് സ്രാവാ? ഇതാണ് പാൽസ്രാവ് എന്ന് പറയും. പാൽസ്രാവ്, പാൽസ്രാവാണ് കൊഞ്ച്. പിന്നെ ഇവിടുത്തെ വേറെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്രാവിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം നമുക്ക് കൊഞ്ചും. കൊഞ്ച് കണ്ടില്ലയോ? കൊഞ്ച് നാടൻ കൊഞ്ചാണ്, കൊല്ലത്തെ കൊഞ്ചാണ്. ഇപ്പോൾ ഈ കൊഞ്ചും ഒരു ആചാരമാണ്. നമുക്കിവിടെ കായംകുളത്ത് ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ ചെട്ടികുളങ്ങര അമ്പലത്തിൽ കൊഞ്ചും മാങ്ങായും ഇപ്പോൾ ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. അതേ സ്റ്റൈലിൽ തന്നെ തെല്ലൂർക്കാവിൽ ഇപ്പം ഒരു ആചാരമായിട്ട് മാറിയിരിക്കുകയാണ് കൊഞ്ച്. ഇപ്പം സ്രാവ് വാങ്ങിക്കുന്നവരെല്ലാം 100 ഗ്രാം കൊഞ്ചും അവരവരുടെ ഭവനത്തിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൾ ഫുള്ളും നിങ്ങളുടെ തന്നെ? ഈ സ്റ്റാൾ മൊത്തം 8 കടയുണ്ട്. 8 കടയും ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നമ്മൾ തലമുറ കൈമാറി തെല്ലൂർ വൃശ്ചിക വാണിഭം സ്രാവ് മേള 2025 തലമുറ കൈമാറി 4-ാം തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ പേര് ഷാനവാസ് എന്നാണ്. ചേട്ടാ, ഇവിടുത്തെ ആചാരങ്ങൾ എന്തോ ചേട്ടാ? ആചാരങ്ങള് വർഷാവർഷം ഇവിടെ ഞങ്ങള് തെല്ലൂർക്കാവിലെ ഞങ്ങളുടെ സ്വാമിയപ്പൻ്റെ ഉള്ള ഒരു ആഭരണം ഇവിടെ ചാർത്തുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ അയ്യപ്പനെ തിരുവാഭരണം ചാർത്തിയേ ഇവിടുന്ന് കൊണ്ടുപോകാറുള്ളൂ. ഇവിടെ കൊണ്ട് താത്തച്ചിട്ട് പോകത്തുള്ളൂ. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വന്ന് കൊഞ്ചും മേടിക്കും, സ്രാവും മേടിക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ അയ്യപ്പൻ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്.
എൻ്റെ വീട് തിരുവല്ല കല്ലൂപ്പാറ. എൻ്റെ പേര് മാഹി എന്നാണ്. ഞങ്ങളിവിടെ ഒരു 20 വർഷം കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ അപ്പുറത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ ആയത്. ഇവിടെ ഞങ്ങളെല്ലാം പാൽസ്രാവുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിൽ പാൽസ്രാവുകളാണുള്ളത്. ചേട്ടാ മാഹി എന്നാ വരുന്നല്ലേ? അതെ, അല്ല, എൻ്റെ പേരാണ് മാഹി എന്ന് പറഞ്ഞത്. പേരാണ് മാഹി എന്ന് പറഞ്ഞത്. സ്ഥലം ഞങ്ങൾ ആദിക്കാട്ടുള്ള പുള്ളി പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിലും ഉള്ളത് പാൽസ്രാവ് തന്നെയാണ്. നമുക്ക് ഫുള്ളായിട്ടുള്ള സ്രാവുകളും ഉണ്ട്. അതേപോലെ ഈ സ്ഥലത്ത് മാത്രം കണ്ടൊരു പ്രത്യേകതയാണ്, വളരെ ദൂരെ നിന്ന്, അതായത് ഇന്നലെ വന്ന ഒരു കസ്റ്റമർ ആലുവയിൽ നിന്നാണ് മീൻ മേടിക്കാൻ വന്നത്. ഇവിടെ ഈ സ്രാവ് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് ഇടുക്കി, പിന്നെ കട്ടപ്പന, ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം സ്രാവ് വാങ്ങിക്കാനും ഈ വൃശ്ചിക വാണിഭം കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ഒരു അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരുന്നത് കണ്ടിട്ട്. ഞങ്ങൾ വർഷങ്ങളോളം ഇവിടെ സ്രാവിൻ്റെ ബിസിനസ്സിനായിട്ട് വരുന്നതാണ്. ഞാനൊരു 97 തൊട്ട് വരുന്നുണ്ട്. 97 തൊട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൃശ്ചിക വാണിഭം തുടങ്ങുന്ന അന്ന് തൊട്ട് അവസാനിക്കുന്ന ദിവസം വരെയും ഇവിടെ സ്രാവിൻ്റെയാണ് ഒരു മെയിൻ ബിസിനസ് നടക്കുന്നത്. സാധാരണ ഒരു അമ്പലങ്ങളിലും അമ്പലപ്പറമ്പുകളിലും സ്രാവിൻ്റെ കച്ചവടമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവാണ് ഇവിടുത്തെ മെയിൻ. പണ്ടുള്ള കാലങ്ങളിൽ ആൾക്കാർ വന്നിട്ട് ഒരു തൂമ്പാക്കൈ, ഒരു കുന്താലിക്കൈ, ഒരു വട്ടി, വല്ലം, അതിൻ്റെ കൂടെ ഒരു സ്രാവും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴും ആ ആചാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ. അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെയും കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രാവശ്യം അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുനലൂർ, കുളത്തൂപ്പുഴയിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട് മേഖല, ആലപ്പുഴ ജില്ലയുടെ ഹരിപ്പാട്, അമ്പലപ്പുഴ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ദൂരം നിന്ന് വരും ഇത് കേട്ടറിഞ്ഞ്. അപ്പൊ എവിടെ? അമ്പലപ്പുഴ, അല്ലെങ്കിൽ ആലപ്പുഴ, അല്ലെങ്കിൽ തിരുവനന്തപുരം, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് ഈ സ്രാവിന്റെ ഒരു പരസ്യം കണ്ടുകൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അപ്പൻ്റെ കാലം തൊട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളുടെ കൂട്ടുകാര് ഞങ്ങളുടെ ഈ ബിസിനസ്സിന് സഹകരിക്കുകയും അവർ വീണ്ടും ഇവിടെ ബിസിനസ്സിനായി വരികയും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ ബിസിനസ്, സ്രാവും മറ്റുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും, ഗൃഹോപകരണങ്ങള്, ഫർണിച്ചറുകള്, എല്ലാ സാധനങ്ങളും ഒറ്റ കുടക്കീഴിൽ, അതായത് ഒരു മാള് പോലെ, ഒരു ലുലുമാള് പോലെ ഇവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇതുപോലൊരു സ്ഥലം കേരളത്തിൽ വേറെ എങ്ങുമില്ല. ഇത് ഒരു ജനമൈത്രിയുടെയും ഒരു സാമൂഹ്യ സൗഹൃദത്തിന്റെയും ഒരു പ്രദേശമായിട്ടാണ് ഇവിടെ ആൾക്കാർ കാണുന്നതും. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഈ വൃശ്ചികം ഒന്നെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു ആവേശമാണ്. ആ ആവേശം കണ്ടറിയണമെങ്കിൽ ഇവിടെ ആൾക്കാർ വന്നു കഴിയുമ്പോഴേ കാണത്തുള്ളൂ. പാൽസ്രാവില്ലെന്നുണ്ടെങ്കിൽ തൊള്ളിയൂർക്കാവില് ഇങ്ങനെ ഒരു വയൽവാണിഭം ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവിടെ അനേകം ആൾക്കാർ ഈ പാൽസ്രാവ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.